മാധ്യമപ്രവർത്തകൻ കൂടിയായിട്ടുള്ള ബിജു ഇളംകൊള്ളൂരിൻ്റെ ഒരു ചിത്രം ഇപ്പോൾ വലിയ രീതിയിലുള്ള ശ്രദ്ധ ആകർഷിച്ചുകൊണ്ട് ഫിലിം ഫെസ്റ്റിവലുകളിൽ മുന്നേറുകയാണ്. ഇപ്പോൾ പൂനെ ഫിലിം ഫെസ്റ്റിവലിലേക്കുള്ള പ്രവേശനമാണ് അദ്ദേഹത്തിൻ്റെ ഈ ചിത്രത്തിന് ലഭിച്ചിരിക്കുന്നത്. ചിത്രത്തിൻ്റെ പേര് ഡ്രീം ലാൻഡ് എന്നാണ്. തിരുവനന്തപുരം പശ്ചാത്തലമാക്കിയുള്ള ഒരു ചിത്രമാണ് ഇത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. നഗരജീവിതത്തിൻ്റെ കഥ പറയുന്ന ഒരു ചിത്രമാണ് പ്രധാനമായും ഇത്. ഡ്രീം ലാൻഡ് എന്ന ഹ്രസ്വ ചിത്രം ഇപ്പോൾ പൂനെ രാജ്യാന്തര മേളയിൽ മത്സര വിഭാഗത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. മാധ്യമപ്രവർത്തകൻ ബിജു ഇളംകൊള്ളൂർ കഥയും തിരക്കഥയും എഴുതി സംവിധാനം ചെയ്ത ചിത്രം നിർമ്മിച്ചത് കെ പ്രൊഡക്ഷൻസിൻ്റെ, അതായത് JK പ്രൊഡക്ഷൻസിൻ്റെ ബാനറിൽ ജോൺ പി കോഷിയാണ്. ഛായാഗ്രഹണം PV രഞ്ജിത്തും എഡിറ്റിംഗ് മനീഷ് മോഹനും നിർവഹിച്ചിരിക്കുന്നു. അഞ്ജു ജയപ്രകാശ് കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ചിത്രമാണ് ഇപ്പോൾ പൂനെ ഫിലിം ഫെസ്റ്റിവലിലേക്ക് പ്രവേശനം നേടിയിരിക്കുന്നത് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. മറ്റ് അണിയറ പ്രവർത്തകർ രാജേഷ് രവി, എബിൻ ജെ തറപ്പേൽ, രഞ്ജിനി, സുരേഷ് ആർ കൃഷ്ണ, LR വിനയചന്ദ്രൻ, ബേബി സംസ്കൃതി എന്നിവർ പ്രധാന കഥാപാത്രങ്ങളെ ഇതിൽ അവതരിപ്പിക്കുന്നുണ്ട്. തിരുവനന്തപുരം പശ്ചാത്തലമാക്കി പ്രധാനമായിട്ടും ശരീരവ്യാപാരത്തിൻ്റെ കാണാപ്പുറങ്ങളിലേക്കുള്ള കാര്യങ്ങൾ പറയുന്ന, അല്ലെങ്കിൽ ശരീരവ്യാപാരത്തിൻ്റെ നമ്മൾ അറിയാത്ത മറ്റൊരു ലോകത്തേക്ക് ഈ ചിത്രം വളരെ അതിൻ്റെ ഒരു റിയാലിറ്റിയിലേക്ക് നമ്മളെല്ലാം കൊണ്ടെത്തിക്കുന്നു എന്നിടത്താണ് ഈ ചിത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയും ഈ ചിത്രത്തിന് കയ്യടി കിട്ടുന്ന ഏറ്റവും വലിയൊരു ഘടകവുമുള്ളത് എന്നാണ് പറയേണ്ടത്. ഇപ്പോഴിതാ ഈ ചിത്രം പൂനെ ഫിലിം ഫെസ്റ്റിവലിൽ ഇടം നേടിയിരിക്കുകയാണ്. भाई कभी बॉम्बे गए हो क्या? ये मेरा बॉम्बे है.